ഇതല്ലേ വീടുകൾ റൂംസ് ആണ്. അത് ഫാമിലി യൂസ് ചെയ്യുന്ന റൂമുകളാണ്. ഹെഗ് വൈറ്റ്, കരിപ്പട്ടി, ചുണ്ണാമ്പ്. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് മാൻഷനിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞേക്കാം, ഇതൊരു 40,000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഇവിടെ 60-ലധികം റൂമുകൾ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അതെല്ലാം 60 ബെഡ്റൂം എന്ന് വിചാരിക്കരുത്. 60-ലധികം റൂമുകൾ, മൊത്തം 10, 16, 20 ബെഡ്റൂമുകൾ അതിനകത്തുണ്ട്. പിന്നെ കിച്ചണും അല്ലാതെ ഒരുപാട് റൂമുകളുണ്ട്. നമ്മളിതിനകത്ത് കയറി നിങ്ങൾക്ക് കാണിച്ചിട്ട് മനസ്സിലാവും. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ആക്സസിബിലിറ്റി ഇല്ല, കാരണം ഇന്നെന്തോ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഓണേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു പരിധി വരെയുള്ള നമുക്ക് കാണാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അവരുടെ കുറച്ച് പ്രൈവറ്റ് സ്പേസിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിന്റെ വിഷയങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത് ഒരു ചെട്ടിനാട് മാൻഷന്റെ സിറ്റ് ഔട്ട് എന്നോ വരാന്ത എന്നൊക്കെ പറയാം. അപ്പോ ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം 40,000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്താണ് ഈ വീടിന്റെ ഏരിയ എന്ന് പറയുന്നത്. എത്ര ബെഡ്റൂംസ് ഉണ്ടെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും, എത്ര 60 ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര ബെഡ്റൂം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഏരിയ നമ്മളിവിടെ ഇവരുടെ ഒരു ഏരിയ പ്രസന്റേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം 40,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ ഏരിയ വരുന്നത്. ഈ പ്ലോട്ട് ഇരിക്കുന്നത് ഏറെക്കുറെ 3 ഏക്കറിലോ 3.5 ഏക്കറിലോ മറ്റാണ് പ്ലോട്ട് ഇരിക്കുന്നത്. അപ്പോ ഈ വീടിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട്. ബർമയിൽ നിന്നുള്ള ടീക്ക്, ജപ്പാനിൽ നിന്നുള്ള സെറാമിക് ടൈല്, പിന്നെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള സ്റ്റീല്, ബെൽജിയം മിറേഴ്സ്. അപ്പൊ അങ്ങനെ ഒട്ടും ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ജർമ്മനിയിൽ നിന്ന്, ഫാൻ എല്ലാം അവിടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പോ കിട്ടിയ കാര്യങ്ങളാണ്. വേറെ എന്തൊക്കെയാ പറയുന്നത്? ഇറ്റലിയിൽ നിന്നുള്ള മാർബിള്, ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റീലിന്റെ പില്ലേഴ്സ്, കാസ്റ്റൈന്റെ പില്ലേഴ്സ്. അപ്പൊ ഇതുപോലത്തെ സാധനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ കുറച്ച് ചെട്ടിനാട് ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് കാണാം. അപ്പൊ ഇല്ലേ 106 വർഷമായി എന്നാണ് അവർ ഏകദേശം ഒരു കണക്ക്. എന്തായാലും 100 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. 10 വർഷം കൺസ്ട്രക്ഷൻ എടുത്തു. 1902 തൊട്ട് 12 വരെ കണ്ടാണ് കൺസ്ട്രക്ഷൻ പീരീഡ് പറഞ്ഞത്. അപ്പൊ 10 വർഷം കൺസ്ട്രക്ഷൻ എടുത്തു. ഇപ്പൊ ഇവിടെ ഉള്ളത് നമ്മളിപ്പോ സംസാരിച്ച ഇതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്ന അവരുടെ ഗ്രാൻഡ് ഫാദർ, അതായത് ഇപ്പൊ ഇവിടെ ഒരു 60 വയസ്സായിട്ടുള്ള അവരുടെ മകനും ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ച സമയത്ത് അവരുടെ ഗ്രാൻഡ് ഫാദർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണിത്. അപ്പോ അവര് ബേസിക്കലി ബിസിനസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് ഷിപ്പിലൊക്കെ ട്രാവൽ ചെയ്ത് ലണ്ടനിലേക്കൊക്കെ ബിസിനസിന്റെ ആവശ്യത്തിന് ട്രാവൽ ചെയ്തതിനു ശേഷം അവിടുന്ന് ഇത് കണ്ട് അവിടുന്ന് കൊണ്ടുവന്ന്. അപ്പൊ അവര് പറഞ്ഞത് അന്നത്തെ സമയത്ത് മറ്റേ ഇവിടെ അടുത്തെവിടെയും ഹാർബർ ഇല്ല, അതുപോലെ തന്നെ മറ്റേ വേറെ വണ്ടികളൊന്നും ഇല്ല, കാളവണ്ടിയിലാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ ആണ് നമ്മുടെ നേവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്താണ്, ഒരു സെറ്റപ്പ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഈ ഒരു വരാന്ത എടുത്തു കഴിഞ്ഞാല് ഇവിടെയെല്ലാം നമ്മളെ ഗ്രാനൈറ്റ് സ്ലാബ്സ്, നമ്മുടെ കരിങ്കലിന്റെ സ്ലാബ്സ് ഉള്ളത്. ഈ ഒരു ചെറിയ ഭാഗം അവിടെ പിന്നീട് റിനോവേറ്റ് ചെയ്തിട്ട് വിട്രിഫൈഡ് ടൈൽസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മുകളിൽ നോക്കിക്കഴിഞ്ഞാല് മൊത്തം മരമാണ്. അതുപോലെ ഈ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരം, അതിനകത്ത് കളേർഡ് ആയിട്ടുള്ള ഗ്ലാസസ് യൂസ് ചെയ്തിട്ടുള്ളത് കാണാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോണിന്റെ പില്ലേഴ്സ് ഉണ്ട്. അതിന് ലൈൻ പ്ലാസ്റ്റർ ചെയ്തേക്കാണ്. ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇപ്പോഴും അവർ റീപെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് വിൻഡോന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഡിസൈനാണ്. ഇത് കേട്ടോ, ഈ വിൻഡോന് ഇങ്ങനെ രണ്ടായിട്ട് മടങ്ങുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. എന്നിട്ട് നമുക്ക് പുറത്തുനിന്നാണ് ഇത് ലോക്ക് ചെയ്യാൻ പറ്റുന്നത്. നല്ല അടിപൊളി ഡിസൈനായിട്ട് തോന്നി. ഇത് നമുക്ക് ഈ രീതിയിൽ
ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ മടക്കിയാണ് അങ്ങോട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഒറ്റ കല്ലിയായിരുന്നെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാല് ഇതിങ്ങനെ പുറത്തേക്ക് എത്തി നിൽക്കില്ലേ, അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രില്ലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ നല്ല കാസ്റ്റ് അയൺ സർക്കുലർ ആയിട്ടുള്ള റോഡ് കാണാം. അപ്പോൾ ഇനി നമ്മൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ കൺവെൻഷൻ ആയിട്ടുള്ള ലിൻഡലിനെ കുറിച്ചുള്ള ചിന്തകളൊന്നും വേണ്ട. കാരണം ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇത് ഏകദേശം 7 അടി ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഒരൊറ്റ ഷേപ്പില് ഒറ്റ മരത്തിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഈ മരത്തിന്റെ നമ്മൾ വിജാഗുരി എന്നൊക്കെ പറയുന്ന ഹിഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു സാധനം നോർമൽ കൺവെൻഷണൽ ടൈപ്പ് ഒരു ഹെവി ആയിട്ടുള്ള, കാരണം ഇത്രയും വെയിറ്റ് ഉള്ള ഡോറാണ്. അപ്പൊ അത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഹിഞ്ചസ് ഒക്കെ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നോക്കി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് അത് വീണ്ടും കരിങ്കല്ല് തന്നെയാണ് കേട്ടോ. ഗ്രാനൈറ്റിന്റെ ഒരു കളിയാണ് ഇവിടെ. നിങ്ങൾ അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇറ്റാലിയൻ മാർബിൾ ആണ്. ഇറ്റാലിയൻ മാർബിൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സെറാമിക് ടൈൽസ് ആണ്. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ നോക്കി കഴിഞ്ഞാൽ എന്നിട്ട് അതിൽ പെയിന്റ് ചെയ്യും അല്ലെ. അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഈ കൂടെ എവിടെ നിന്നായിരുന്നു? സ്പെയിനിൽ നിന്നുള്ള ഗ്രാനൈറ്റ് പില്ലേഴ്സ് ആണത്. അപ്പൊ ആ പില്ലേഴ്സിലാണ് നമ്മൾ സ്ട്രക്ചർ മൊത്തം നിർത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. അവർ AV പ്രസന്റേഷനിൽ കാണിച്ചു, കാളവണ്ടിയിലൊക്കെയാണ് അത് ചുമന്നുകൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് എഡ്ജ് എല്ലാം വീണ്ടും ഗ്രാനൈറ്റ് സ്ലാബിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത് കാണാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹാളിന് പറയുന്ന പേര് എന്തായിരുന്നു? ഇത് ഇവരുടെ മാരേജ് ഹോൾ എന്നാണ്. അത് മെയിൻ ഫംഗ്ഷൻസ് ഒക്കെ നടത്തുന്ന ഒരു ഹോളാണത്. ലിവിംഗ് റൂം പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത് ലിവിംഗ് റൂം ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു മാൻഷൻ അവര് റിസോർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് 1-2 റൂംസ് ഒരു സ്പെഷ്യൽ രീതിയിൽ റിസോർട്ടായിട്ട് ബെഡ്റൂംസ് ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എഗെയിൻ മറ്റേ എന്താ പറയാ ജപ്പാനിൽ നിന്നുള്ള വിട്രിഫൈഡ് ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം മൊത്തം ഒരു ചെക്കർ പ്ലേറ്റിലാണ് മൊത്തം ഒരു ഇപ്പോ വാം ലൈറ്റ് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വാം സെറ്റപ്പിൽ ഇരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിലിംഗിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് നമ്മളിവിടെ സംസാരിച്ച സമയത്ത് ഓണർ ഇവിടെ തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു പൊളിച്ച വീടിന്റെ നമ്മുടെ കോളത്തിന്റെ മുകളിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം അതെടുത്ത് വെച്ചു. ഇതൊരു ഡോറാണ്. അതെല്ലാം കൂടി പുള്ളി ഇത്തരത്തിൽ ഒരു ടീപ്പോ പോലെ സെറ്റ് ചെയ്തതാണ്. പിന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് എന്റെ ആ ഒരു ചെക്കർ പാറ്റേൺ മറ്റേ കോപ്പറിലാണ് ചെയ്തിട്ടുള്ളത്. കോപ്പറിലായിട്ട് കുറച്ച് ചെറിയ പെയിന്റിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളായി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. കിളകി പോകുന്നുണ്ട്. അതെ, കുറെ കിളകി പോയിട്ട് ഇതിപ്പോ ഒരു ഹെറിറ്റേജ് റിസോർട്ട് എന്നുള്ള രീതിയിൽ ഫംഗ്ഷൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ലിവിംഗ് റൂം അതുപോലെ ഡൈനിങ് സ്പേസും ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് കുറച്ച് ടേബിൾ ചെയറൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ പറഞ്ഞില്ലേ ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ലൈറ്റ്സ് ആണ് കാണുന്നത്. അപ്പൊ അതായത് നമ്മളിപ്പോ ഒരു പഴയ ഒരു കൊട്ടാരത്തിനകത്താണ് ഉള്ളത്. നമ്മളിപ്പോ അവിടെ നിന്ന് കയറി വന്നപ്പോഴേക്കും ഇതൊരു ഫസ്റ്റ് കോട്ടയാട്. ഇതേപോലെ തന്നെ വലിയൊരു കോട്ടയാട് നടുവിലുണ്ട്. അത് ഓപ്പൺ ടു സ്കൈ കോട്ടയാടാണ്. അവിടെ മഴയെല്ലാം വരുന്ന കോട്ടയാട്. അത് കഴിഞ്ഞ് അവർക്ക് ഒരു കോട്ടയാടും കൂടെ ഉണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് ആക്സസ് തരുമെന്ന് പറഞ്ഞോടാ. ഇത്രയും പോർഷനിലാണ് നമുക്ക് ആക്സസ് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കയറി കാണാം. അപ്പൊ ഇവരുടെ ഓരോ സ്പേസിനും ഓരോ പേരുണ്ട്. ആദ്യം ഒന്ന് പറഞ്ഞു തന്നു, അത് അത്രയൊന്നും തലയിൽ നിൽക്കുന്നില്ല. അപ്പൊ ഞാൻ ഓരോന്നും നമ്മുടെ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഉണ്ട്, മാഡത്തിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ആദ്യം നമ്മുടെ ആ ഒരു കയറുന്ന സ്ഥലത്തിന് മുഹപ്പ് അല്ലെ, കല്യാണക്കൊട്ട എന്ന് പറഞ്ഞാൽ പറഞ്ഞു മാരേജ് ഹോൾ എന്ന് പറഞ്ഞാൽ മാരേജ് ഫംഗ്ഷൻസ് ഒക്കെ അവിടെ നടക്കാം. പട്ടാഴി ഈ ഒരു സ്ഥലം ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന സ്ഥലത്തിന് പട്ടാഴി എന്നാ പറയാ. വഴവ്. അപ്പൊ ഈ ഒരു ഉള്ളിൽ കാണുന്ന കോട്ടയാട് അവിടെയും നമ്മൾ ഈ മാരേജിന്റെ ഒക്കെ ഇവരുടെ മാരേജ് ഫംഗ്ഷൻസ് ഒക്കെ ഒരുപാട് ചടങ്ങുകളുള്ള. അപ്പൊ അതിന്റെ ഒരു പാർട്ട് ഇവിടെ ആയിരിക്കും നടക്കുക. അപ്പൊ അവരൊരു ഫാമിലി ഗെറ്റ് ടുഗദറിങ് സ്പേസ് അങ്ങനത്തെ ഒക്കെ ഒരു ഫംഗ്ഷനാണ് ഈ ഒരു കോട്ടയാടിൽ നടക്കുക. അപ്പൊ ഈ ഒരു കോട്ടയാടിന്റെ വേറെ പ്രത്യേകത വെച്ചാൽ ഫുൾ നമ്മൾ പറഞ്ഞ ഒരു കാസ്റ്റ് ടൈം ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കാസ്റ്റ് ടൈം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ടോട്ടലായിട്ട് 60 റൂംസ്, എബോ 60 റൂംസ് ഉണ്ട്. ഇവർക്ക് തന്നെ കറക്റ്റ് അറിയില്ല. എബോ 60 റൂംസ് എന്നാ പറഞ്ഞത്. ഇവിടെ എനിക്ക് തോന്നുന്നു 8 റൂംസ് ഗസ്റ്റ് റൂംസ്. ഗ്രൗണ്ടില് ഫാമിലി. അപ്പൊ ഗ്രൗണ്ടിൽ വന്ന് 8 റൂംസ് ഉണ്ട്.
ഇതിന് നേരെ മേലെയാണ് ഇവര് 8 റൂംസ് റെന്റിന് നമ്മുടെ ഹോം സ്റ്റേ അല്ലെങ്കിൽ ആ ഒരു റിസോർട്ടിൽ വരുന്ന ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ വരാന്തേന്റെ സൈഡിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു റേസ്ഡ് പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ എഡ്ജ് എല്ലാം ഇത്തരത്തിൽ കരിങ്കല്ല് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. സെന്ററിലെല്ലാം നമ്മുടെ മാർബിൾ വെച്ചിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ്. സെയിം പാറ്റേൺ. ഇപ്പൊ നിങ്ങൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു പാറ്റേണിലാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ കോട്ടയാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഹൈലൈറ്റ് ഇത് തന്നെയാണ്. ഒന്ന് അടുത്തേക്ക് വരുമോ? ഇത് കാസ്റ്റ് അയൺ ആണ്. ഇത് കാസ്റ്റ് അയൺ ആണ്. ചെറിയ അങ്ങനെ റെസ്റ്റ് ഒക്കെ അവിടെ കാണാനുണ്ട്. പക്ഷെ ഒരു ഫുൾ പെയിന്റ് അടിച്ച് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കോട്ടയാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ടു സ്കൈ ആണ്. ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടെറാക്കോട്ട എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 2 സൈഡിലായിട്ട് ഡ്രൈനേജ് ഉണ്ട്. ആ ഡ്രൈനേജ് നേരെ നമ്മുടെ പുറമേയുള്ള നമ്മൾ നേരത്തെ ഒരു ഇതിൽ കാണിച്ചെന്തെങ്കിലും അങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ കോട്ടയുടെ ചുറ്റും ഇതല്ലേ വീടുകൾ, റൂംസ് ആണ്. ഇതൊരു ഫാമിലി യൂസ് ചെയ്യുന്ന റൂമുകളാണ്. മുകളിൽ അവരിപ്പോ ഗസ്റ്റിന് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഗസ്റ്റിന് കൊടുക്കുന്ന റൂമുകളാണ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ പറ്റി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പുറമെ നല്ല ചൂടായിരുന്നു. ഇതിനകത്തേക്ക് കയറിയപ്പോഴേക്കും ആ വിങ്ങലില്ല. അതായത് നല്ല ആ ഒരു സഫോക്കേഷൻ ഫീൽ പുറത്തുള്ളത്. അകത്തേക്ക് വന്നപ്പോഴേക്കും എനിക്ക് തോന്നുന്നു മൊത്തം ഈ കരിങ്കല്ലും ഈ നാച്ചുറൽ മെറ്റീരിയൽസും ലൈം പ്ലാസ്റ്ററും ഇതെല്ലാം കൂടെ ചെയ്തതിന്റെ ഒരു എഫക്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അതുപോലെ ഇന്ന് ഇവരുടെ മെയിൻ പൂജ അങ്ങനത്തെ കുറെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇന്ന് പുറത്തുനിന്ന് ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഹോമത്തിന്റെ ഇതൊക്കെ കാണാം. പിന്നെ നമ്മുടെ കാസ്റ്റ് അയണിന്റെ പില്ലേഴ്സിന്റെ മുകളിൽ ബീം ഇരിക്കുന്നതൊക്കെ മരമാണ് കേട്ടോ. നിങ്ങൾ ആ പെയിന്റ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട, അത് കോൺക്രീറ്റ് അല്ല, ബീമാണ്. അതിന്റെ മുകളിൽ വീണ്ടും എനിക്ക് തോന്നുന്നു ഈ ലൈം പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ വീണ്ടും കാസ്റ്റ് അയണിന്റെ ഹാൻഡ് റെയിൽസാ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഈ ഭാഗത്തേക്ക് നമുക്കൊന്ന് കാണിച്ചു തരാം. അതായത് ഈ സൈഡിലേക്ക് കാണാം, റൂംസ് എല്ലാം കാണാം. അതുപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് തൽക്കാലം പെർമിഷൻ ഇല്ല, നമുക്ക് ചോദിച്ചു നോക്കാം. വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ് ബിയോണ്ട് ദിസ് പോയിന്റ്. അപ്പൊ നമുക്കത് ചോദിച്ചു നോക്കാം. എന്തായാലും മുകളിലേക്ക് നമുക്ക് പെർമിഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം മുകളിലൊന്ന് പോയി കാണാം. നമ്മുടെ ആ കോട്ടയാടിന്റെ സൈഡിലായിട്ടുള്ള ഈ വരാന്തയിൽ ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മരം വെച്ചിട്ട് അവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് കയറാം. സ്റ്റെപ്പിന്റെ ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് എന്താ പറയാ, ഇത്തിരി ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള പോലെ ഉണ്ട്. പക്ഷെ എന്നാലും മരം കൊണ്ടുള്ള നല്ല ഹെവി സ്റ്റെയർ കേസ് ആണ്. ഇവിടെയൊക്കെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പെയിന്റിങ് ഇവർക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് കണ്ടോ, ഇവര് ഈ കളേഴ്സ് എല്ലാം ഭയങ്കര ഇതായിട്ടുള്ള ഒരു ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ മൊത്തം മരമാണ് കേട്ടോ. നമ്മള് സ്ഥലത്ത് ശരിക്കും ഭയങ്കര ഓവർ ലൈറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയിരുന്നത്. ചുറ്റുമുള്ള വരാന്ത സ്പേസ് ആണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്ലോറിംഗ് നമ്മുടെ ഓക്സൈഡ് ഫ്ലോറിംഗ് ആണ്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും തട്ടെല്ലാം ചെയ്തിട്ടുള്ളത് മരം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവരെ ചോദിച്ചപ്പോൾ അവർക്ക് അറിഞ്ഞോളൂ. അതുകൊണ്ടാണ് അതിന്റെ ഡീറ്റെയിലേക്ക് പോകാത്തത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഹോളോ ബ്രിക്സ് ഒക്കെ വെച്ചിട്ട് അതിന്റെ കൂടെ സിമെന്റ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇത് ഇവിടുത്തെ ഇതിന്റെ ഡിസൈൻ മാറി. നിങ്ങൾ ഈ സൗണ്ട് ഒന്ന് കേട്ട് നോക്കൂ, കാസ്റ്റ് അയണിന്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കൂ. അപ്പോ ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള റൂമുകളാണ് ഇവര് ഗസ്റ്റിന് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഹാൻഡ് റെയിൽ, അതിന്റെ മുകളിൽ മരം നല്ല റെസ്റ്റിക് ആയിട്ട് മരം ഇരിക്കുന്നുണ്ട്. മരത്തിന്റെ ഗ്രെയിൻസ് കാണാം അവിടെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് അവിടെ ആ ബീമില് മരം ആ റെസ്റ്റിക് ആയിട്ട്, കാരണം വെയിലും മഴയൊക്കെ കൊണ്ടിട്ടായിരിക്കും ആ മരത്തിന്റെ ആ ഒരു റെസ്റ്റിക് സാധനം കാണാനായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് ചുറ്റും, അപ്പൊ ഈ കോട്ടയാടിന് ചുറ്റുമായിട്ടാണ് അപ്പൊ ഇവിടെ റൂംസ് അല്ലെ. അടുത്ത കോട്ടയാട് എന്താ പറയുന്നത്, അടുക്കളയോ? നമുക്ക് അവിടെ പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതും കൂടെ കാണാം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് കണ്ടോളൂ. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ കോട്ടയാട് എല്ലാം കാണാം. ആ സൈഡിലായിട്ട് നമ്മൾ അതിലെങ്ങനെയും വന്നത്, അതിലെ വന്നിട്ട് ഇതിലെ കൂടി സ്റ്റെയർ ഉണ്ട്. ഈ 2 സൈഡിൽ കൂടി സ്റ്റെയർ ഉണ്ടോ എന്ന് സംശയമുണ്ട്, ഒന്ന് നോക്കാം. അതെ, ഇതിൽ കൂടിയും സ്റ്റെയർ ഉണ്ട്. അതായത് ഈ മുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് 4 സ്റ്റെയർ കേസ് ഉണ്ട് ഈ വീട്ടിനകത്ത്. പിന്നെ ഇവിടുന്ന് ചെറിയൊരു ലെവൽ ഡിഫറൻസ് കൊടുത്തിട്ട് ഒരു റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റൂമുണ്ട്, അത് ഹൗസ് കീപ്പിംഗിന്റെ റൂമാണ്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. റൂമിന്റെ ഉള്ളിൽ എങ്ങനെയുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഡോർ ഹാൻഡില് ഇതൊക്കെ ഇമ്പോർട്ടഡ് ആയിരിക്കും, ഒക്കെ അന്ന കാലത്ത് ഇമ്പോർട്ട് ചെയ്തതായിരിക്കും. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജനലെല്ലാം കണ്ടോ, ജനലിന്റെ കമ്പി പുറത്ത് കാണാം.
ഷട്ടർ നമ്മൾ ഇന്നലെ നമ്മളെ താമസിച്ച വീട്ടിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഷട്ടേഴ്സ് എല്ലാം റൂമിനകത്തേക്കാണ് തുറക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ലെവൽ ഡിഫറൻസ് അപ്പൊ ഭയങ്കര സിമെട്രിക് ആയിട്ടുള്ള പ്ലാനിങ് ആണ് കേട്ടോ. കാരണം അവിടെ സ്റ്റെയർ കേസ് ഇവിടെ വന്നു കഴിഞ്ഞാല് ഇതിന്റെ 2 സെന്ററിലായിട്ട് ഇതേപോലെയുള്ള ഒരു 3 സ്റ്റെപ്പ് കയറിയിട്ട് ഒരു ലാൻഡിംഗ് റൂം ഉണ്ട്. അതിലേക്കും 2 സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റെപ്പ് കയറാം. അപ്പൊ അങ്ങോട്ടേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പൊ ഇവിടേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫ്ലോറിങ് ലൈം പ്ലാസ്റ്റർ ആണ് അതിന്റെ ടോപ്പിൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഓക്സൈഡ് ചെയ്തിട്ടില്ല. ഒരു വൈറ്റ് കളറിലാണ് ഇപ്പൊ ഫിനിഷ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് താഴെ പോയിട്ട് അങ്ങോട്ടേക്ക് പെർമിഷൻ കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. കിട്ടുകയാണെങ്കിൽ അതുകൂടെ കാണാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ ഒരു പഴയ കൊട്ടാരത്തിനകത്ത് ഇരിക്കുന്ന ഒരു ആംബിയൻസ് തന്നെയാണ്. കാരണം വലിയൊരു കോട്ടയുടെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വീടിനകത്താണ് ഇരിക്കുന്നത്. ഒരു ബാൽക്കണിയുടെ സൈഡിലേക്ക് ഇരിക്കുന്നത് പോലെ തോന്നുന്നത്. ഇവിടെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ നമ്മുടെ കോട്ടയാണ് എല്ലാം കാണാം. ഭയങ്കര രസമുള്ള ആംബിയൻസ് ആണ്. റിക്വസ്റ്റ് ചെയ്ത് ഒരു റൂം നമ്മൾ തുറന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നല്ല രസമാണ്. നമ്മളൊന്ന് കയറി കണ്ടതാ. നമുക്ക് ആ റൂം ഒന്ന് കാണാം. അപ്പൊ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചല്ലോ. നമ്മൾ റൂം അങ്ങ് തുറന്നു കഴിഞ്ഞാല് ഇങ്ങനെയാണ് റൂമിന്റെ ഒരു സെറ്റപ്പ്. ഇത് നമ്മുടെ പുറത്തുനിന്ന് നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ചെവര് തുറന്ന് നമ്മുടെ വീടിന്റെ കോമ്പൗണ്ട് വാള് തന്നെയാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പുറത്തെ ആ റോഡൊക്കെ ആയിരിക്കും കാണാൻ. പിന്നെ ഇവിടുത്തെ ഫ്ലോറിംഗ് മെറ്റീരിയൽ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഹെഡ് വൈറ്റ്, കരിപ്പട്ടി, ചുണ്ണാമ്പ് ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ചെമലിലെല്ലാം വാൾ പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ വീണ്ടും ഈ വാളെല്ലാം അതേ പ്ലാസ്റ്റർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എഗ് പ്ലാസ്റ്റർ എന്നാണ് അതിന് പറയുന്നത്. ഇവിടെ വാൾ പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ചെയ്തിട്ടുള്ളത് ഈ വിൻഡോ സാധനം ഒന്നും കൂടെ വീണ്ടും കാണിച്ചു കണ്ടോ. വിൻഡോസ് എല്ലാം ഇങ്ങനെ അകത്തേക്കാണ് തുറക്കുന്നത് കേട്ടോ. ഇതെല്ലാം നമുക്ക് നമ്മുടെ നാട്ടിലെ ഡിസൈനിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇനി ഇവിടുത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്പൺ ടെറസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അവരത് ടോയ്ലറ്റ് ആക്കി മാറ്റിയിട്ട് അതൊന്ന് കാണാം. അപ്പൊ നമ്മള് ഇവിടെ വന്ന് ഇവരുടെ ഒരു കോൺസെപ്റ്റിൽ ടോയ്ലറ്റ് ബിൽഡിങ്ങിനകത്ത് ചെയ്യുന്നതാണ്. എല്ലാം കൂടെ താഴെ ഒരു കോർണർ, ഒരു പർട്ടിക്കുലർ കോർണറിൽ ലേഡീസിന് സെപ്പറേറ്റ് ടോയ്ലറ്റ്, അതുപോലെ തന്നെ ജെന്റ്സിന് സെപ്പറേറ്റ് ടോയ്ലറ്റ് അങ്ങനെയായിരുന്നു നേരത്തെ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇവര് റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ടോയ്ലറ്റ് ഒക്കെ ആഡ് ചെയ്യുന്നത്. മുന്നോട്ട് വന്നാൽ ഇവിടെ മരത്തിന് വീണ്ടും ഒരു സ്റ്റെയർ കേസ് മോളിൽ ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഒരു എനിക്കൊരു ബെഡ് ഡ്രസ് ഒക്കെ ഇടാനുള്ള സ്പേസ് ആയിരിക്കും ചിലപ്പോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാല് നമ്മുടെ ഇതാണ് ടോയ്ലറ്റ്. അപ്പോ ഇവിടെ ക്ലോസറ്റ് കാണാം, ഷവർ ഏരിയ കാണാം, നമ്മളൊരു വാഷ് ഇത് കാണാം. ഈ ടൈലൊക്കെ പിന്നീട് അവര് നമ്മുടെ വിട്രിഫൈഡ് അല്ലെങ്കിൽ നോർമൽ സെറാമിക് ടൈൽസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ കാണാനുള്ളത് അതുപോലെ ഗ്ലാസസ് എല്ലാം അന്നത്തെ കാലത്ത് ഇമ്പോർട്ട് ചെയ്ത് എത്തിച്ചിട്ടുള്ള കളേർഡ് ഗ്ലാസസ് ആണ്. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് ഇവരുടെ പഴയ ടെറസാണ്. നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ സിമെന്റ് ബോർഡോ അങ്ങനെ എന്തൊക്കെ വെച്ചിട്ടാണ് ആ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഷീറ്റൊക്കെ വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ കാസ്റ്റ് വെച്ചൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ. അതുപോലെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതെല്ലാം ഇഷ്ടിക വെച്ചിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇഷ്ടികയാണ്. അതുപോലെ ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നേരെ റോഡാണ്. അതായത് ഈ കോമ്പൗണ്ട് വാൾ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. കോമ്പൗണ്ട് വാളിൽ നമ്മുടെ റൂം അതുപോലെ വാളിന്റെ തിക്നെസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക്. ഇതൊരു 40 സെന്റിമീറ്റർ ഒക്കെ തിക്നെസ് ആയിട്ടാണ് മൊത്തം. 60 സെന്റിമീറ്റർ വീതി ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഇത്തരത്തിൽ വീടുകൾ തന്നെയായിരിക്കും. അങ്ങോട്ട് കാണിക്കും. ഇതെല്ലാം ഇത്തരത്തിലുള്ള വീടുകളാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇത് കണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കാരണം അവർ പൊളിച്ച് ഒഴിവാക്കിയതാണ്. ഈ വീടിന്റെ ഒരു സ്കെയില് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറെ വീടുകൾ പോയി കണ്ടിരുന്നു. അതിലൊരു വീട് പെയിന്റ് ചെയ്യാൻ മാത്രം തന്നെ 35 ലക്ഷം രൂപ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഓൾറെഡി. നമ്മളൊരു വീട് ചെയ്യുന്ന ഒരു നമ്മുടെ നാട്ടിലെ ബഡ്ജറ്റ് വീട് ചെയ്യണ കോസ്റ്റ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ റൂഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫുള്ളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. കുറച്ച് പഴയതാണെന്ന് തോന്നുന്നു. ചില്ലോട് എന്ന് പറയും. അങ്ങനെ കിടക്കുന്ന ബോർഡ് ിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ടോ അല്ലെങ്കിൽ രാത്രി ചായ കുടിക്കാൻ ഒരു സ്ഥലം ചെറിയ. അപ്പൊ ഇതിന്റെ അടിയിൽ വീണ്ടും മല അല്ലേ? അത് ആക്ച്വലി ഇതിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മൊത്തം മരമാണ്. അതിന്റെ മുകളിൽ ഓടിട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. മൊത്തം മരം, മാർബിള്,
ഗ്രാനൈറ്റ് എല്ലാം ഇമ്പോർട്ട് ചെയ്തത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങള്. ഇനി നമുക്ക് അവിടെ ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ട് അടുക്കള ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നതും കൂടെ നമുക്കൊന്ന് നോക്കാം.